ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നീ ലോക്കിങ്ങിനെ കുറിച്ചാണ്. ഇരുന്നിട്ടൊന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ചില പ്രത്യേക എക്സർസൈസ് സ്ക്വാറ്റിങ്ങോ ലഞ്ചിങ്ങോ ചെയ്യുമ്പോഴോ മുട്ടുകുത്തി ഇരിക്കാൻ നോക്കുമ്പോഴോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കാൽമുട്ട് ലോക്കായി പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ കാൽമുട്ട് ലോക്കായി പോകുന്ന സാഹചര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും നോർമലായിട്ട് നമ്മുടെ കാൽമുട്ടിൽ നടക്കുന്ന ബയോമെക്കാനിക്സ് എന്താണെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർമലായിട്ട് എന്ത് ബയോമെക്കാനിക്സ് മാറ്റങ്ങളാണ് നടക്കുന്നതെന്നും അതിനെ നമ്മൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ ഘട്ടത്തിൽ കാൽമുട്ടിൻ്റെ ബയോമെക്കാനിക്സ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കാൽമുട്ടെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ തുടയുടെ ഭാഗത്ത് കാണുന്ന വലിയ ബോണാണ് ഈ ഫീമർ എന്ന് പറഞ്ഞ ഒരു ബോണുണ്ട്. ഇനി നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ബോണുണ്ട്. ഇതിൻ്റെ പേര് ടിബിയ എന്നാണ്. അതുകൂടാതെ സൈഡിലായിട്ട് നമുക്ക് ചെറിയ ഒരു ബോൺ കാണാം. അതിൻ്റെ പേര് ഫിബുല എന്നാണ്. ഇത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ചെറിയ ബോണുണ്ട്, മുട്ട് ചിരട്ട എന്ന് പറയുന്ന ഒരു ബോണ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അസ്ഥികളുടെയൊക്കെ അഗ്രഭാഗത്ത് ഷോക്ക് അബ്സോർബറായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് തരുണാസ്ഥിയുണ്ട്. കാൽമുട്ടിനുള്ളിൽ വാഷർ പോലെ ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കുന്ന മെനിസ്കസ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറുണ്ട്. ഇതുകൂടാതെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഇവയെല്ലാം കൂടി ചേർന്ന് നല്ല കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജോയിൻസൊക്കെ നല്ല രീതിയിൽ ചലിക്കുന്നത്. കാൽമുട്ട് മടക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ പറ്റല്ലയുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നൊരു ഏകദേശ രൂപം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. നീ ലോക്കിങ്ങിൻ്റെ ബയോമെക്കാനിക്സ് നോക്കുകയാണെങ്കിൽ നീ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഹിഞ്ച് ജോയിൻ്റാണ്. മൾട്ടിപ്പിൾ ബോൺസിൻ്റെ ഇൻട്രാക്ഷൻ, ലിഗമെൻറ്റ്സിൻ്റെയും മസിൽസിൻ്റെയും ഒക്കെ ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു ജോയിൻ്റാണിത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മുട്ട് മടങ്ങുമ്പോൾ കാൽപാദം ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്ന ചില ഘട്ടങ്ങളിൽ നമ്മുടെ കാൽമുട്ട് മടക്കുന്നുണ്ട്. എങ്ങനെയാണ് കാൽമുട്ട് മടക്കുന്നത്? ഇപ്പോൾ കസേരയിൽ ഇരിക്കാൻ പോവുകയാണ്, കാൽപാദം ഭൂമിയിൽ സ്പർശിച്ചിരിക്കുകയാണ്. ഏത് ബോണാണ് അപ്പോൾ ചലിക്കുന്നത്? നമുക്ക് കാണാം തുടയിലെ ഫീമർ എന്ന് പറഞ്ഞ ബോണാണ് അവിടെ മൊബൈൽ. ഇനി ഈ സിറ്റുവേഷൻ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കാൽപാദം ഭൂമിയിൽ സ്പർശിച്ചിട്ടില്ല, പക്ഷേ കാൽമുട്ട് മടക്കി നീട്ടാം. അപ്പോൾ കാലിലെ അസ്ഥി, തുടയിലെ അല്ല കാലിലെ അസ്ഥി ശ്രദ്ധിക്കുക. അതാണിപ്പം മടങ്ങുകയും നിവരുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഈ കാല് മടക്കുന്നതിലും നീട്ടിലുമൊക്കെ ചില പ്രത്യേക ബയോമെക്കാനിക്സ് ഉണ്ട്. ഈ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഓപ്പൺ കൈനറ്റിക് ചെയിൻ ആണെങ്കിലും ക്ലോസ്ഡ് കൈനറ്റിക് ചെയിൻ ആണെങ്കിലും നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു ഏത് ബോൺസാണ് വർക്ക് ചെയ്യുന്നത്. ഈ ബോൺസിൽ ഒരു പ്രത്യേക ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക റൊട്ടേഷൻ മൂവ്മെൻറ്റ്, വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് നമുക്ക് കാണാം റൊട്ടേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു റൊട്ടേഷൻ അത് സംഭവിക്കുന്നുണ്ട്. ഈ റൊട്ടേഷനാണ് കറക്റ്റായിട്ട് കാലിനെ, ഈ മുട്ടിനെ ലോക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതിനെയാണ് സ്ക്രൂ ഹോം മെക്കാനിസം എന്ന് പറയുന്നത്. കാൽമുട്ടിനെ കറക്റ്റായിട്ട് ഒരു ലോക്ക്ഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെക്കാനിസമാണ് ഇത്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നോക്കാം. സോഫ്റ്റ് ടിഷ്യൂ അബ്നോർമാലിറ്റീസ്, അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മെനിസ്കൽ ടയറാണ്. നമ്മുടെ കാൽമുട്ടിനുള്ളിൽ ഒരു വാഷർ പോലൊരു സ്ട്രക്ചറുണ്ട്. അതാണ് നമ്മൾ പിക്ചറിൽ കാണുന്നത്. എപ്പോഴെങ്കിലും ഈ മെനിസ്കസിന് ഇഞ്ചുറി ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഈ ജോയിൻ്റ് സർഫസിനിടയിൽ ട്രാപ്പ് ആവുകയും അതിങ്ങനെ ലോക്കിംഗ് ഉണ്ടാകാനുള്ള കാരണമായി മാറുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മസിലിനുണ്ടാകുന്ന ഇംബാലൻസ് ആണ്. ചിലപ്പോൾ ക്വാഡ്രിസെപ്സ് മസിൽ, ഹാംസ്ട്രിങ് മസിൽ, ഇതിനൊക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ്, ടൈറ്റ്നെസ്, ഇതുകൂടാതെ ഹിപ്പിൻ്റെ ചില മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ്, ഇലിയോറ്റിബിയൽ ബാൻഡിനുണ്ടാകുന്ന ടൈറ്റ്നെസ്, ഇതൊക്കെ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും ഈ ലോക്കിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണ്. അതായത് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് ACL, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് PCL, മീഡിയൽ ആൻഡ് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി. ഇങ്ങനെ ലിഗമെൻറ്റിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ അത് നീ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുകയും അത് ലോക്കിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. മറ്റു ചില കാരണങ്ങൾ കൂടി നോക്കാം. നീ ജോയിൻ്റ് എഫ്യൂഷൻ, അതായത് നീ ജോയിൻ്റ് ഉള്ളിലായിട്ട് ഫ്ലൂയിഡ് കലക്റ്റ് ആകുന്ന ചില സന്ദർഭങ്ങൾ, ബോണി സ്പേഴ്സ് ഓർ ഓസ്റ്റിയോഫൈറ്റ്സ്, ഈ ആർത്രൈറ്റിസ് കണ്ടീഷനിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എക്സ്ട്രാ ബോൺ ഗ്രോത്ത് ഉണ്ടാകുന്ന അവസ്ഥ. ഇതൊക്കെ ഈ ജോയിൻറ്റിനുള്ളിൽ ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുകയും ഇങ്ങനെ ലോക്കിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു.
ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും അതിൻ്റെ കാരണം പരിഹരിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ ലിഗമെൻ്റ് ഇഞ്ചുറി മൂലമുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റിയെ പറ്റി പറഞ്ഞു, പിന്നെ മസിൽ ഇൻബാലൻസിനെ പറ്റി പറഞ്ഞു, പിന്നെ ഓസ്റ്റിയോഫൈറ്റ് ഫോർമേഷനെ പറ്റി പറഞ്ഞു, എക്സ്ട്രാ ബോൺ ഗ്രോത്ത് മൂലമുണ്ടാകുന്ന മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ കോഴ്സൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാതെ നമുക്കതിനെ സ്ഥായിയായോ അല്ലെങ്കിൽ ഒരു സ്ഥിരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് ആക്കി എടുക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ലോക്കിങ് ഉണ്ടാകുന്നത്? അങ്ങനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ട് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഈ പറഞ്ഞ കാരണങ്ങളാണോ? ഞാൻ ഇതിൽ മെക്കാനിക്കൽ കോസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൂടാതെ ന്യൂറോമസ്കുലർ ആയിട്ടുള്ള കോസസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ലോക്കിങ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ആദ്യം വിലയിരുത്തുക. ഇനി ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അത് ഇമീഡിയറ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് നമ്മൾക്കുണ്ടായെങ്കിൽ, നമ്മൾ ഏത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുക. അത് എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് തുടരാതെ ആ ആക്ടിവിറ്റി അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. രണ്ടാമതായിട്ട് ഇപ്പോൾ നീരോ അല്ലെങ്കിൽ വേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഐസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാൽമുട്ടിൽ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ നീ എലിവേറ്റ് ചെയ്ത് വെക്കുന്നത്, കുറച്ച് ഒരു പില്ലോ വെച്ച് കാൽമുട്ട് ഉയർത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആ സിറ്റുവേഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് സ്പെസിഫിക് മാനേജ്മെൻ്റ് ആണ്. സ്പെസിഫിക് മാനേജ്മെൻറ്റിൽ നമ്മൾ ആദ്യം തന്നെ മെനിസ്കസിൻ്റെ ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു, ലിഗമെൻ്റ് ഇഞ്ചുറിയെ പറ്റി പറഞ്ഞു, മസിൽ ഇൻബാലൻസിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ഈ സ്ക്രൂ ഹോം മെക്കാനിസത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ സ്ക്രൂ ഹോം മെക്കാനിസമാണ് അതിൻ്റെ അബ്നോർമാലിറ്റി ആണെങ്കിൽ അതിൻ്റെ ഈ ടിബിയയുടെയും ഫീമറിൻ്റെയും ഒക്കെ റൊട്ടേഷൻ കറക്റ്റ് ചെയ്യുന്നതിനുള്ള മൊബിലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അതൊരു സ്പെസിഫിക് മാനേജ്മെൻ്റ് ആണ്. ഏതെങ്കിലും മസിൽസ് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് കാരണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ്, ഫ്ലെക്സിബിലിറ്റി എക്സർസൈസ് കൊടുക്കേണ്ടതാണ്. ഇനി ലിഗമെൻ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ മെനിസ്കസ് ഇഞ്ചുറി, അതിനൊക്കെ പ്രത്യേക റീഹാബിലിറ്റേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പോയിൻ്റാണ് മസിൽ ഇൻബാലൻസിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. നീയുടെ മസിൽസിൽ പ്രധാനമായിട്ടും ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ്, ഈ മസിൽസിനെ പറ്റിയൊക്കെയുള്ള അതിൻ്റെ സ്ട്രെങ്തനിങ്ങിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ക്വാഡ്രിസെപ്സും ഹാംസ്ട്രിങ്സും മാത്രമല്ല മറ്റു പല മസിലും, അതല്ല ഹിപ്പിലെ ഗ്ലൂട്ടിയസ് മീഡിയസ്, ഹിപ്പ് അബ്ഡക്ഷൻ മസിൽസ്, പിന്നെ അതുകൂടാതെ നമ്മൾ ടെൻസർ ഫേഷ്യാലാറ്റ, ഇതുകൂടാതെ പോപ്ലിറ്റിയസ് മസിൽ, ഗാസ്ട്രോണിമിയസ് മസിൽ, അങ്ങനെ ഫുട്ടിൻ്റെയും കൂടി ഒരു ബയോമെക്കാനിക്സ് നമ്മൾ നോക്കുന്നുണ്ട്. ഹിപ്പിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഹിപ്പ്, നീ, ഫുട്ട് ഇത് മൊത്തം നോക്കിയിട്ടാണ് നമ്മൾ എക്സർസൈസ് സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ചുള്ള എക്സർസൈസ് പ്രോഗ്രാമാണ്. കാൽമുട്ടിനെ മടക്കുന്നതിനും നിവർത്തുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന ഹാംസ്ട്രിങ്സ് ആൻഡ് ക്വാഡ്രിസെപ്സ്, ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ, അതിൻ്റെ സ്ട്രെങ്തനിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ചില പേഷ്യൻസിന് ചില ഓർത്തോട്ടിക് സപ്പോർട്ട് ആവശ്യമായി വരും. പിന്നെ അവർ ചെയ്തുകൊണ്ടിരുന്ന എക്സർസൈസിൽ നിന്ന് മാറ്റമുള്ള എക്സർസൈസ് ചെയ്യുന്ന ഒരു പക്ഷെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഏത് ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന പേഷ്യൻ്റാണെങ്കിലും അവരെ സഹായിക്കാനായിട്ടുള്ള, അവരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. അതുകൊണ്ട് പ്രശ്നം അധികം നീട്ടിക്കൊണ്ട് പോകാതെ നമ്മുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്താണെന്ന് അറിയുക, നമ്മുടെ ബയോമെക്കാനിക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് അറിയുക. ഇനി ചില സന്ദർഭങ്ങളിൽ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സൊക്കെ ആവശ്യമായിട്ട് വരാം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ അവരെ എത്രയും വേഗം കൺസൾട്ട് ചെയ്യുക. കൺസൾട്ട് ചെയ്ത് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. പ്രശ്നം നീട്ടിക്കൊണ്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യുക.